നമസ്കാരം, ഏവരെയും ലിലു പ്രൈംസ് കോർണറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ബ്ലാഗമഴിഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് തുമ്പിയെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു ഗാനവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. തുമ്പച്ചെടിയിൽ വന്നിരുന്നു ഞാലാടും തുമ്പികളെ കണ്ടിടാം. തുമ്പച്ചെടിയിൽ വന്നിരുന്നു ഞാലാടും തുമ്പികളെ കണ്ടിടാം, നമുക്ക് തുമ്പികളെ കണ്ടിടാം. കണ്ണുകൾക്ക് ആഭയേകി പല വർണ്ണങ്ങളിൽ പാറിപ്പറക്കുന്ന തുമ്പികളെ കണ്ടിടാം. കണ്ണുകൾക്ക് ആഭയേകി പല വർണ്ണങ്ങളിൽ പാറി നടക്കുന്ന തുമ്പികളെ കണ്ടിടാം. കണ്ണാടി ചിറകുകൾ വീശി വീശി പാറിവാ, കണ്ണാടി ചിറകുകൾ വീശി വീശി പാറിവാ. ഉണ്ടക്കണ്ണുകൾ ഉരുട്ടി ഉരുട്ടി പാറിവാ, ഉണ്ടക്കണ്ണുകൾ ഉരുട്ടി ഉരുട്ടി പാറിവാ. നീണ്ടുമെലിഞ്ഞ ശരീരവുമായി എന്നുടെ അരികിലിരിക്കാനായി, എന്നോടൊപ്പം കളിക്കാനായി പാറി വന്നാട്ടെ തുമ്പി, പാറി വന്നാട്ടെ. നീണ്ടുമെലിഞ്ഞ ശരീരവുമായി എന്നുടെ അരികിലിരിക്കാനായി, എന്നോടൊപ്പം കളിക്കാനായി പാറി വന്നാട്ടെ തുമ്പി, പാറി വന്നാട്ടെ. എനിക്കൊന്നു കാണാനായി, എന്നോടൊപ്പം കളിക്കാനായി, കല്ലൊന്നു എടുപ്പിക്കാനായി പാറി വന്നാട്ടെ തുമ്പി, പാറി വന്നാട്ടെ. എനിക്കൊന്നു കാണാനായി, എനിക്കൊന്നു തലോടാനായി, കല്ലൊന്നു എടുപ്പിക്കാനായി പാറി വന്നാട്ടെ തുമ്പി, പാറി വന്നാട്ടെ. ജലജന്യ ഷഡ്പദമാണി തുമ്പികൾ, ജലജന്യ ഷഡ്പദമാണി തുമ്പികൾ. പാരിൽ തുമ്പികൾ പലവിധമാണല്ലോ, പാരിൽ തുമ്പികൾ പലവിധമാണല്ലോ. കല്ലൻ തുമ്പികൾ, സൂചിത്തുമ്പികൾ, അങ്ങനെ 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 488 തുമ്പികൾ. കല്ലൻ തുമ്പികൾ, സൂചിത്തുമ്പികൾ, അങ്ങനെ 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 488 തുമ്പികൾ. കൊതുകുകൾ, ശലഭങ്ങൾ, ഈച്ച, കയീച്ച, തേനീച്ച, ചെറു പ്രാണികൾ, ഇവയെ ആഹരിക്കും ഈ തുമ്പികൾ. കൊതുകുകൾ, ശലഭങ്ങൾ, ഈച്ച, കയീച്ച, തേനീച്ച, ചെറു പ്രാണികൾ, ഇവയെ ആഹരിക്കും ഈ തുമ്പികൾ. പ്രാദേശിക മേധാവിത്വം പ്രകടിപ്പിക്കും തുമ്പികൾ, പ്രാദേശിക മേധാവിത്വം പ്രകടിപ്പിക്കും തുമ്പികൾ. ധീരതയുടെ പ്രതീകമാണ്, ശക്തിയുടെയും പ്രതീകമാണ്. ധീരതയുടെ പ്രതീകമാണ്, ശക്തിയുടെയും പ്രതീകമാണ്. കുളങ്ങളും കായലുകളും നീർച്ചാലുകളും തടാകങ്ങളും ഈർപ്പമുള്ള പ്രദേശങ്ങളും ഇവയുടെ ആവാസം. കുളങ്ങളും കായലുകളും നീർച്ചാലുകളും തടാകങ്ങളും ഈർപ്പമുള്ള പ്രദേശങ്ങളും ഇവയുടെ ആവാസം. തുമ്പച്ചെടിയിൽ വന്നിരുന്നു ഞാലാടും തുമ്പികളെ കണ്ടിടാം. തുമ്പച്ചെടിയിൽ വന്നിരുന്നു ഞാലാടും തുമ്പികളെ കണ്ടിടാം, നമുക്ക് തുമ്പികളെ കണ്ടിടാം. അപ്പോൾ ഈ പാട്ടിലെ കുറച്ച് വരികളുടെ മീനിങ്സ് അർത്ഥം പറഞ്ഞു തരാം. തുമ്പച്ചെടി എന്ന് പറഞ്ഞാൽ ഒരു തരം ചെടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഈ തുമ്പി വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഇത് കാരണം എന്ത് ചെയ്യും, ഈ ചെടി ഇങ്ങനെ ആടും. അതുകൊണ്ടാണ് അതിൻ്റെ ഊഞ്ഞാലാടുന്നെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരുന്ന് ആടുന്ന തുമ്പികൾ നമുക്ക് കാണാം.
കണ്ണുകൾക്ക് ആപ എന്ന് പറഞ്ഞാൽ ശോഭ, ഭംഗി, കണ്ണുകൾക്ക് ചന്തം നൽകി അല്ലെങ്കിൽ ഭംഗി നൽകി പല വർണ്ണങ്ങളിൽ തുമ്പികൾ എന്ത് ചെയ്യുന്നു, പാറിപ്പറന്ന് നടക്കുന്നു. അപ്പോൾ അങ്ങനെ പറക്കുന്ന തുമ്പികൾ നമുക്ക് കാണാം. കണ്ണാടി ചിറകുകൾ വീശി പാറിവ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ചിറകുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആണ്, അല്ലെ, വളരെ നൈസായിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ചിറകുകളാണ് തുമ്പിക്കുള്ളത്. ഉണ്ടക്കണ്ണുകൾ വീശി പാറിവ, അതായത് ഉണ്ടക്കണ്ണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിലെ പിന്നെ വലിയ കണ്ണുകളാണ് അതിനുള്ളത്. ശരീരത്തിനെ അപേക്ഷിച്ച് വലിയ കണ്ണുകളാണ് ആ തുമ്പിക്കുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ. പിന്നെയോ നീണ്ടു മെരിഞ്ഞ ശരീരം, നല്ല നീളമുള്ള വാലുള്ള കുഞ്ഞു ബോഡിയുള്ള ഇതാണ് തുമ്പിയുടെ ശരീരം. അപ്പോൾ ആ തുമ്പിയെ വിളിക്കുകയാണ്. എന്തിനാണ് വിളിക്കുന്നത്? എന്നോടൊപ്പം കളിക്കാനായി, എന്നോട് അരികിൽ ഇരിക്കാനായി തുമ്പി പെട്ടെന്ന് വന്നാട്ടെ എന്ന് വിളിക്കുകയാണ്. വന്നേന്ന് വിളിക്കുകയാണ്, അല്ലേ, തുമ്പിയെ വിളിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം എന്നോട് അരികിലിരിക്കാനും എൻ്റെ കൂടെ കളിക്കാനും തുമ്പിയെ വിളിക്കുകയാണ്. അത് മാത്രമല്ല, എനിക്കൊന്ന് കാണാനായി, എനിക്ക് നിന്നെ കാണണം, എനിക്കൊന്ന് കാണാനായി, എനിക്ക് നിന്നെ ഒന്ന് തൊടണം, തലോടണം, എനിക്കൊന്ന് തലോടാനായി. അത് മാത്രമല്ല, പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, തുമ്പിയെ കിട്ടിയ കയ്യിൽ, ഇപ്പോഴും കേട്ടോ തുമ്പിയെ കാണുമ്പോൾ പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, തുമ്പിയെ പിടിച്ച് ആ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും, അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം എനിക്കൊന്ന് കാണാനായി, എനിക്ക് നിന്നെ ഒന്ന് കാണണം, അതുമാത്രം നിന്നെ ഒന്ന് തലോടണം, തൊടണം, കിട്ടിയാൽ എന്താണ്, ഒന്ന് കല്ലെടുപ്പിക്കണം. അതുകൊണ്ട് വേഗത്തിൽ എന്ത് ചെയ്യണം, നീ എൻ്റെ അടുത്ത് വരണം, പാറി വരണം. ജലജന്യ ഷഡ്പദമാണ് തുമ്പികളെന്ന് പറയും. തുമ്പികൾ മിക്കവാറും എവിടെയാണ് മുട്ടയിടുന്നത്? വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. വെള്ളത്തിലും അതിൻ്റെ പുറത്തും, അകത്തും പുറത്തുമൊക്കെ മുട്ടയിടും. ഈർപ്പമുള്ള പ്രദേശങ്ങളിലൊക്കെ അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ്, ജലജന്യ ഷഡ്പദമാണ് ഈ തുമ്പികൾ. അതുകൊണ്ടാണ് ജലജന്യ ഷഡ്പദമെന്ന് പറയുന്നത്. പാരിൽ തുമ്പികൾ പലവിധം, അതായത് നമ്മുടെ ഈ ലോകത്ത് ധാരാളം തുമ്പികളുണ്ട്, പലവിധമുണ്ട്. പക്ഷേ മെയിനായിട്ട് പറയുന്ന 2 തുമ്പികളാണ് കല്ലൻ തുമ്പികളും സൂചിത്തുമ്പികളും. മൊത്തത്തിൽ 488 തുമ്പികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവയുടെ ആഹാരം എന്ന് പറയുന്നത് കൊതുകുകൾ, ശലഭങ്ങൾ, ഈച്ച, കായീച്ച, തേനീച്ച, ചെറിയ പ്രാണികൾ. ആഹരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, ഇവയെല്ലാം ഇത് ഭക്ഷിക്കും. അതുപോലെ തന്നെ പ്രാദേശിക മേധാവിത്വം പ്രകടിപ്പിക്കുന്ന ജീവികളാണ് തുമ്പികൾ. ഇത് പ്രാദേശിക മേധാവിത്വം, അത് എവിടെയാണോ അതിൻ്റെ ജീവിക്കുന്നത് ആ ഒരു ഏരിയയിൽ അവർ ആധിപത്യം സ്ഥാപിക്കും. അതുപോലെ ധീരതയുടെ പ്രതീകമായിട്ടും ശക്തിയുടെ പ്രതീകമായിട്ടും തുമ്പിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുളങ്ങളും കായലുകളും, നേരത്തെ പറഞ്ഞ ജലജന്യ ഷഡ്പദമാണ് തുമ്പികളെന്ന്. അപ്പോൾ ഇത് കുളങ്ങളിലും കായലുകളിലും നീർച്ചാലുകളിലും ഈർപ്പമുള്ള പ്രദേശങ്ങളിലും തടാകങ്ങളിലൊക്കെ ആണ് ഇവയുടെ ആവാസസ്ഥലം. ഇവയെ മെയിനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതും അവിടെ ജീവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാട്ട് ഞാൻ എഴുതിയതാണ്, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാം. ഈ തുമ്പികൾക്ക് 3 സ്റ്റേജുണ്ട്. മുട്ടയിടുക, മുട്ട, ലാർവ ആൻഡ് പ്യൂപ്പ. ഈ 3 സ്റ്റേജുണ്ട്. ഈ 3 സ്റ്റേജിൽ കൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ തുമ്പിയെക്കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവരും സുഖമായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.